ഞാൻ ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയില് ഇങ്ങനത്തൊന്നും ഇടല്ലേ ദൈവമേ. എനിക്ക് സത്യം ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. നീ എന്റെ തന്തൊന്നും അല്ലല്ലോ. അയ്യോ പൊന്നു മോളെ, അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എന്നെ ചാടി ചത്തേനെ. ഇത്രയും വലിയൊരു ഗതികെട്ട പൊസിഷൻ ഒരു മനുഷ്യനും നിന്റെ വാപ്പ ഒരു പുള്ളി അറിയിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെടാ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്? പേടിയാണോ നിനക്ക്? നീ യൂട്യൂബിൽ വന്നെടുത്തിട്ട് ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. തന്ത ഉണ്ടോന്നല്ലേ ചോദിച്ചത്? തന്ത ഉണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അവിഹിത പരമ്പരകൾക്ക് ഒരു അറുതി വരാൻ വേണ്ടി പോവുകയാണ്. ഒരെണ്ണത്തിന്റെ അറുതി ഇന്നലെ വന്ന് സഫ ലല്ലു അവിഹിതം ഇന്നലെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കൈസിന്റെ ചാനലിൽ കൂടാണ് ആ ഒരു സാധനം പുറത്തോട്ട് വന്നത്. കൈസിന് ഏതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആരോ അയച്ചു കൊടുത്തു എന്നാണ് കൈസ് പറയുന്നത്. സഫ ആൻഡ് ലല്ലു തമ്മിലുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെയാണ് പുള്ളി പുറത്തോട്ടേക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ പുള്ളിയുടെ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാം. ഇത് കണ്ടിട്ട് മെഹനു കടന്ന് കരയുന്ന കരച്ചിലാണ് അതിനേക്കാളും കോമഡി. അതിലോട്ട് വരാം. നമുക്ക് ആദ്യം കൈസിന്റെ വീഡിയോ കാണാം. നമ്മുടെ ലല്ലു അല്ലേ, ലല്ലുവിന്റെ മുടി തടുവുന്ന ഒരു കൈ. എന്ത് മുടി ഞെരടി നോക്കുന്നു? എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? സ്വിച്ച് ഇട്ടുന്ന് ഫാൻ AC ഇട്ട് കൊടുക്കായിരുന്നു മോക്ക്. ഈളക്കുഞ്ഞിനെ മടി കിടത്തി തലോലിക്കുന്നു. ആരുടെ യവന്റെയൊക്കെ ഒരു യോഗം നോക്കണേ. ഒരെണ്ണത്തിനെ അപരാധിച്ച് വിട്ടിട്ടും അടുത്തവളുമാർ ഇങ്ങനെ നിൽക്കുവാണ് ഇവനെ താലോലിക്കാനും മടി കിടത്താനും മുടി തടവാനും ഫാനിട്ട് കൊടുക്കാനും മുടി പിഴിഞ്ഞു നോക്കാനും. എന്റെ പൊന്നേ, കുഞ്ഞുറങ്ങുവാ. ക്യാമറ ആരുടെ പിടിക്കുന്നേ? സ്റ്റാൻഡ് വെച്ച് പിടിച്ചേക്കാണ്. കുഞ്ഞുറങ്ങുന്നു ഇല്ല, കുഞ്ഞുറങ്ങുന്നു. മുടിയുടെ ഇടയിൽ കൂടെ മസാജ്, മുടി മസാജ് ക്യാമറയിലാണ്. ഓക്കെ, ഈ ലോക്കറ്റ് വെച്ചിട്ടാണ് പിടിച്ചേക്കുന്നത്. ഈ ലോക്കറ്റ് ഉണ്ടോ? ലോക്കറ്റ് വെച്ചിട്ടാണ് ആളെ ബുക്ക് ചെയ്ത്. അങ്ങോട്ടാടാ കയറി പോന്നടാ. ആഹാ, തേരെ ബിൻ എന്ന് പറഞ്ഞിട്ട് അവൻ അതുകൊണ്ട് പറയുന്നില്ല. ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായില്ല. മുടിയും ലോക്കറ്റും ഒക്കെ മാത്രമല്ലേ കണ്ടുള്ളൂ. ബാക്കി കൈസിക്ക തന്നെ പറയിക്ക കേക്കട്ടെ. അടിയിൽ കിടക്കുന്നത് ഫസ്ബിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതിലുള്ള മുഖം കാണിക്കാത്ത പെണ്ണാണ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ മതി. എന്തായാലും ആളുടെ മുടിയും കോലം ഒക്കെ കണ്ടപ്പോൾ ഏകദേശം കുറെ ആൾക്കാർക്ക് ആൾ ആരാണെന്ന് പിടികിട്ടി കാണും. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഈ ലോക്കറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് മെഹനാസിന്റെ ഭാര്യ ആയിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. ഇതിനകത്തും സെയിം ലോക്കറ്റ് ആളെ പൊക്കി. സോറി, അതല്ല, കഴുത്തിലെ ലോക്കറ്റ്. ആ ലോക്കറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ സഫ അണിഞ്ഞ അതേ ലോക്കറ്റ് തന്നെയല്ലേ ലല്ലു മടിയിൽ കിടന്ന ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ്. ഞാൻ രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഒരുമിച്ച് കാണിച്ചു. ഇനി ഇത് AI ആണ്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. ഷർട്ട് സഫയും ലല്ലും കൂടെ ഒരു റൂമിൽ ലല്ലു ഷർട്ടൊന്നും ഇവിടെ ഇരിക്കുന്ന ഫോട്ടോ തൂക്കി നിൽക്കുന്ന ലല്ലു ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. അപ്പൊ മൊത്തത്തിൽ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനം കൺഫേം. ഇനി വേറെ കൺഫേം ചെയ്യാനുള്ള വേറെ ഒരു ഐറ്റംസ് ഉണ്ട്. അത് പിന്നീട് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പൊ ഈ ഒരു ഫ്ലക്കിലെ ഈ അപരാധ കഥയിൽ ഒരെണ്ണത്തിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇത് ആരടാ പുറത്തു വിട്ടത്? ഇത് ആര് പുറത്തു വിട്ടത്? ആര് വേണമെങ്കിലും പുറത്തു വിടാം. വേണമെങ്കിൽ സഫയെ സംശയിക്കാം, പസ്മിനെ സംശയിക്കാം, ലല്ലുവിനെ സംശയിക്കാം, മെഹനാസിനെ സംശയിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒന്നിനെയും ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത ജാതികളാണ്. കൂടെ നിന്ന് കുണ്ടിക്ക് കത്തിയേറ്റുന്ന ടൈപ്പുകളാണ് എല്ലാ എണ്ണവും. വേണമെങ്കിൽ ലല്ലു തന്നെ ഇപ്പം ഇവർ രണ്ടുകൂടെ ജോയിൻ ആയല്ലോ. ഫഷ്മിനെയും അതുപോലെ തന്നെ ഷഫയും കൂടെ ജോയിൻ ആയല്ലോ. അന്നേരം ഇവരെ തകർക്കാൻ വേണ്ടി ലല്ലു പുറത്തു വിട്ടതാവാം. മനസ്സിലായോ? അങ്ങനെ നീയൊക്കെ മാത്രം എന്നേക്ക് ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞിട്ട് ലല്ലു പുറത്തു വിടാം. അല്ലെങ്കിൽ ഫസ്മിനേക്ക് നേരെ വന്ന് അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഹൈസിന് അയച്ചു കൊടുത്ത് ചിലപ്പോൾ ഫസ്മിനെ ആവാം. അന്നേരം ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിനകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാ ലോകം ഒന്നാം തരം 916 ഉടായ്പകളായതുകൊണ്ട് ആരും പുറത്തു വിടാൻ ഗൈസ്. എന്തരാണെങ്കിലും ഇത് പണ്ടേ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഇപ്പോഴാണ് ഒരു ഫോട്ടോ
പ്രൂഫ് വന്നത്. അപ്പൊ പിന്നെ അതങ്ങ് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് രണ്ടെണ്ണവും കൂടെ ഇരുന്നിട്ട് ഈ ഇന്റർവ്യൂവിനൊക്കെ. അയ്യോ അറിയത്തില്ല, അവന്റെ തുണി എന്റെ ഫ്ലാറ്റിൽ വന്നത് അത് വെറുതെ വന്ന് പറന്നു വന്നിരുന്നതാണ്. അശയില് അവന്റെ ബാഗ് വന്നത് അത് അയ്യോ വെറുതെ, കാരണം അത് സ്ഥലമില്ലാത്തോണ്ട് കൊണ്ടുവച്ചതാണ്. എന്തൊക്കെയാണേ വന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് റഫേ? നീ സൂക്ഷിച്ചോ, നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് കാളകൂടെ വിഷമാണ്. അവള് നിന്റെ തോളെ കൈയിട്ടുകൊണ്ട് നിന്റെ ചെവി കടിച്ചു പറിക്കും, നിന്നെ തുരന്ന് തിന്നും. ഇനി നിന്റെ പലതും അവളുടെ കയ്യിലുണ്ട്. അവൾ ഇതുപോലെ ഇതും പുറത്തു വിടും, പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ വേറെ ആർക്കെങ്കിലും പുറത്തു വിടുന്നത്. അവൾ ഇനി നിന്നുമായിട്ട് എന്തെങ്കിലും ഉടക്കുവാണെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അവള് വന്ന് വിളിച്ചു കൂവും. തെളിവടക്കം അവള് പുറത്തു വിടും. നീ പിന്നെയും വിടും. ഞാൻ അറിഞ്ഞിട്ടുള്ള കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ചീഞ്ഞളിഞ്ഞ നാറിയ കഥകളാണ്. സീരിയസ്ലി, ഇതിനേക്കാളും നാറിയ കഥകൾ. അതൊന്നും വന്ന് പറയാൻ പോലും കൊള്ളൂല. അത്രയും നാറിയ കഥകൾ. സത്യമായിട്ടും എന്ത് നാറിയ കഥകൾ കളിച്ചിട്ടാണെങ്കിലും ഇവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കണം. എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് ഇവർ 4 പേരും കൂടെ ബിഗ് ബോസിലോട്ട് എൻട്രി നടത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവരാധം ഫാമിലി എന്നും പറഞ്ഞിട്ട് 4 പേരുടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഞാൻ പോണം പോയാലല്ലേ ശരിയാവള്. എന്നിട്ട് നമ്മളത് വരക്കും കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സാധനം പുറത്തു വന്നതിന് ശേഷം മെഹനാസ് കരഞ്ഞു മെഴുകുകയാണ് പുള്ളിയുടെ അക്കൗണ്ടിൽ. ആ വീഡിയോ ഞാൻ വെക്കാം. മെഹനാസ് ആണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാൾ ഇറ്റ്സ് മീ കൈസ് വീഡിയോ അയച്ചു തന്നു. കണ്ടപ്പോൾ മുതൽ ഞാൻ തളർന്നു പോയി. എനിക്ക് എന്താ റബ്ബേ ഈ വിധി, എനിക്ക് ഇതൊന്നും കാണാനുള്ള ശേഷിയില്ലടാ. ഇതൊക്കെ ഞാൻ സ്റ്റോറി ഇടുന്നത് തെറ്റാണെങ്കിൽ ഞാൻ സഹിച്ചു. ഞാൻ ഇതുവരെ ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഒന്നിനും പോയിട്ടില്ല. കിട്ടാഞ്ഞിട്ടല്ല, ഭാര്യമാരോട് ചതിക്കാൻ എനിക്ക് പറ്റത്തില്ല, ചതിച്ചിട്ടുമില്ല എന്നാണ് മെഹനാസ് പറയുന്നത്. മെഹനാസിന്റെ വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്, അതുകൂടെ നിങ്ങൾ കാണണം. ആൻഡ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, അടുത്ത വീഡിയോ പ്ലേ ചെയ്തിട്ട് തൂവാൽ വല്ലതും കയ്യിരിപ്പുണ്ടെങ്കിൽ എടുത്ത് കൈവച്ചുകൊണ്ടിരുന്ന് കാണുക. നിങ്ങൾ കരഞ്ഞു പോവും. ആ രീതിയിലുള്ള ചെറുക്കന്റെ വിഷമമാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞെങ്കിൽ ആവണില്ലാട്ടോ ആ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാന് റിക്കവറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒന്നും കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവേത് നിർത്തുക നിങ്ങളെല്ലാവരും. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് അങ്ങേറ്റത്തിന് ശേഷം ഞാൻ റിക്കവറി വരുന്നുള്ളൂ. ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയില് ഇങ്ങനത്തൊന്നും ഇടല്ലേ ദൈവമേ. എനിക്ക് സത്യം ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആവണില്ല, നിർത്തിയേക്ക് പ്ലീസ്. ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ കരച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ, നല്ല കാര്യം. പുള്ളി വേറെ കുറെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്, ആരെങ്കിലും കരയുന്നുണ്ട് എനിക്കും വിഷമം വരും. ചെറുക്കൻ്റെ കരച്ചിലുണ്ട് വിഷമിച്ചു പോയി. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഏത് ഇവൻ്റെ ഡ്രാമയാണോ എന്നാണ്, സത്യമായിട്ടും ഡ്രാമയാണോ എന്നാണ്. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കിടന്ന് കരഞ്ഞ് മെഴുകണ്ട കാര്യമില്ലല്ലേ. ഇത് ഓൾറെഡി ഇവർ മുമ്പേ കൺഫേം ആക്കിയതാണ്. എന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കണ്ടു ഞെട്ടുന്ന പോലെ ഒരു വന്നിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യവനിപ്പം പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ യവൻ റൈറ്റ് ആയിരുന്നു, യവൻ ആരെയും ചതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു നല്ല കുഞ്ഞായിട്ട് ഇവന് പരിണമിക്കണം, എന്നാലേ നെക്സ്റ്റ് ടാർഗറ്റ് സഫ പിന്നെ വിട്, അത് വേറെ യൂണിവേഴ്സ്. അതിനെപ്പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രാഞ്ച് കണക്കിന് ഇങ്ങനെ പോകും, അതുകൊണ്ട് പറയാൻ പറ്റൂല. വേറെ ടാർഗറ്റ് ഇനി ഒപ്പിക്കണമെങ്കിൽ ഇവൻ ഒരു നല്ല കുഞ്ഞായിട്ട് ഇവന്റെ തെറ്റൊന്നും അല്ല എൻ്റെ ലൈഫിൽ വന്ന പെണ്ണുങ്ങൾ പോയത് എന്ന് വരുത്തി തീർക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ക ഡ്രാമ. ഇതിന്റെ കൂടെ സഫ റിഫയുടെ മോനുമായിട്ട് ഒരു റീല് 2-3 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്. അത് അടുത്ത ഡ്രാമ. ആ സൈഡിൽ കൂടെ ഫോട്ടോ ലീക്ക് ആവുന്നു, ഒരു സൈഡിൽ കൂടെ മറ്റൊന്നിരുന്ന് കരയുന്നു, ഒരു സൈഡിൽ കൂടെ മോനുമായിട്ടുള്ള റീല്. ഏതൊക്കെ തരത്തിലുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണേ. എന്നാലും നമ്മുടെ ഫഷ്മിനാത്ത മെഹനാസിന്റെ അടുത്ത് കാണിച്ചത് ഭയങ്കര മോശം പരിപാടിയായിപ്പോയി. ഈ അപരാധമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മെഹനാസിന്റെ കൂടെ നടന്നിട്ട് അവസാനം മെഹനാസിനെ തട്ടിയിട്ട് ഷഫയുടെ കൂടെ ഒന്നായി. അവർ രണ്ടുപേരും ഇപ്പം മച്ചാമച്ചി. ഇതെങ്ങനെ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തോരം അപരാധമാണ് 2 എണ്ണവും കൂടെ വന്നിട്ട് യൂട്യൂബിൽ കിടന്ന് വിളിച്ചു പോയത്. എന്നിട്ട് പോയിട്ട് കോംപ്രമൈസ് അടിക്കുമ്പോൾ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, അയ്യോ ഉളുപ്പില്ല, നാണമില്ല, മാനമില്ല, ഒന്നുമില്ലെന്ന് അറിയാം. എന്നാലും ഇങ്ങനെയും ഉണ്ടോ ആൾക്കാർ? അയ്യേ
ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അപരാധിച്ചിട്ട് പോയി കയ്യും കൊടുത്ത് ഭയങ്കര ചങ്കും ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത തൊലിക്കെട്ട് തന്നെ, വല്ലാത്ത തൊലിക്കെട്ട്. പടച്ചട്ട കൊണ്ട് വല്ലതാണോ നിന്റെയൊക്കെ തൊലി ഉണ്ടാക്കിയേക്കുന്നത്? എന്താണെങ്കിലും ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്ന് ഫൈനൽ കൊട്ടിക്കലാശമാണ്. ഡയറിയുടെ വീഡിയോ ആയിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ വന്നില്ല. ഇന്നോ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫസ്മിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. ഞാനൊരു വീഡിയോ ഇട്ടു. അതിനുശേഷം 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൂടെ വന്നു. അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാൻ പറ്റാത്ത വീഡിയോസിനൊക്കെ പ്രൈവസി കംപ്ലൈന്റ് യൂട്യൂബിൽ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ നടത്തുന്നുണ്ട്. ആൻഡ് ഈ സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് തെറി വിളിക്കുന്നു. ഇവള് തന്ന 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മൾ കൗണ്ടർ അടിച്ച് പൊട്ടിച്ച്, അത് വേറെ കാര്യം. എന്നിട്ട് ഒരു 100 എണ്ണം കൂടെ നിനക്ക് പറ്റുമെങ്കിൽ അയക്കി, അതായിരിക്കും നല്ലത്. നീ ഇനി 100 അല്ല 200 എണ്ണം തന്നാലും നമ്മൾ കൗണ്ടർ അടിച്ചത് പൊട്ടിക്കും. നിന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഒക്കെ അടിച്ച് കളയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ആ പരിപാടി കാണിക്കത്തില്ല. ഇനി ആരെങ്കിലും അടിച്ചു കളഞ്ഞിട്ട് അതെന്റെ തലയെടുത്തിടലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അമ്മൊരു തൊട്ടി പരിപാടി എനിക്ക് ശീലമില്ല. ഓക്കെ, നമ്മളെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് വെക്കണം. ഫസ്മിന എനിക്ക് അയച്ച മെസ്സേജസ് ഒക്കെ ഞാനൊന്ന് കാണിക്കാം ഗൈസ്. നമ്മൾ പറയാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ പുള്ളിക്കാരത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇട്ടതാണ്. ഈ കോപ്പിറൈറ്റിൻ്റെ ഈ പടമൊക്കെ വെച്ചിട്ട് അതിനകത്ത് എഴുതിയേക്കുന്നത് എങ്ങനെയായിരുന്നു, വെറുതെ നിന്റെ സമയം കളയാനായിട്ട് കാര്യമില്ല, നീ വേണേ ഒരു 100 എണ്ണം കൂടി അയച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി ഇട്ടിരുന്നത്. അന്നേരം അതിൻ്റെ അടിയിൽ ഗെറ്റ് ഔട്ട് ആസോളം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. അത് അൺസെൻഡ് ചെയ്തടേ. എന്നിട്ട് ചാവാലിപ്പട്ടി ആ സാധനം അൺസെൻഡ് ചെയ്ത് കേട്ടോ. ചാവാലിപ്പട്ടി നല്ല സങ്കടം ഉണ്ടല്ലേ, സ്റ്റോറി ഇട്ടപ്പോൾ മനസ്സിലായി, മാറിയിരുന്നു മോങ്ങ്, ലീഗൽ നോട്ടീസ് വരുമ്പം വാങ്ങിച്ചോക്ക് ജിൻഡോ ആന്റണി. ഈ ജിൻഡോ ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിയാണ് ഈ സ്ട്രൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവനാണ് ചെയ്യുന്നത്. അല്ല, ഞാനൊന്നും അത് ഇടപെടാൻ നിൽക്കാറില്ല. ഓൾസോ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഇരുന്ന് മെഴുകുന്നുണ്ടല്ലോ. യൂട്യൂബിൽ വന്നിട്ട് ഉള്ള കൊണയല്ലല്ലോ നാറി നിന്റെയൊക്കെ കൗണ്ടറിൽ. യൂട്യൂബിന്റെ കാല് പിടിക്കുന്നല്ലോ. തന്തയുണ്ടോ ഇല്ലായിരിക്കില്ലേ, പോട്ടേടാ. ഇതിപ്പം നിന്റെ അടുത്ത് ആൾക്കാർ തന്നെ ചോദിക്കുന്നേ, എത്ര തന്തയുണ്ട്, നിനക്ക് തന്തയുണ്ടോ? അത് കാണുന്നവർക്ക് മനസ്സിലാവും തന്തയുള്ളവരാണോ ഇല്ലാത്തവരാണോ. എനിക്ക് ഉണ്ടെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, നീ തെളിയിച്ചാൽ മതി. കാര്യം ഏറ്റവും കൂടുതൽ തന്തയുടെ പേരിൽ ചോദ്യം വരുന്നത് നിന്റെ പേരിലാണ്. വീട്ടിൽ തന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുത്തി അഴിച്ചു വിടത്തില്ലല്ലോ, അതുകൊണ്ട്. ആൻഡ് ലീഗൽ നോട്ട് എന്ത് കൗണ്ടറിനകത്തിരുന്ന് മെഴുകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ മെഴുകൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇത് ഞാനും അല്ല ചെയ്യുന്നത്, എൻ്റെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളി. ഈ സ്ട്രൈക്ക് ഒരു സമയത്ത് അവൻ കുറെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് അടിക്കുക, കൊടുത്തു വിടുക. അല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ കൗണ്ടർ കുത്തിയിരുന്ന് എഴുതട്ടൊന്നുമില്ല. ഇതിനി ആര് അടിച്ചു തന്നാലും നമ്മൾ ഈ സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. ഓക്കെ, അതിനകത്ത് നിന്റെ കൗണ്ടർ പൊട്ടുകയും ചെയ്ത്. അത് നമ്മൾ പറയാത്തത്, നീ തന്ന കൗണ്ടർ 24 മണിക്കൂർ പോലും നിലനിന്നിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ അടിച്ച കൗണ്ടറിനകത്ത് അത് പാസ്സായി, കൗണ്ടർ ഫോർവേഡായി. ഇപ്പം 3 വീഡിയോ എൻ്റെ പോയിട്ടുണ്ട്. ഇതിനൊരു 10 ദിവസത്തെ പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ എല്ലാം തിരിച്ചു വരികയും ചെയ്യും. അന്നേരം നീ ഒന്നുകൂടെ കൗണ്ടർ തരും. അന്നേരം നമ്മൾ പിന്നെ നമുക്കിങ്ങനെ ഇത് കളിക്കാം. നീ കൗണ്ടർ താ, നമ്മൾ പാസ്സാക്കും, കൗണ്ടർ താ, പാസ്സാക്കും. നീ നമുക്കിങ്ങനെ കളിക്കാം അങ്ങനെയാണെങ്കിൽ. എന്നിട്ട് ആ ലീഗൽ നോട്ടീസ് വരുമ്പോൾ ജിൻഡോ ആന്റണി, നീ ലീഗൽ നോട്ടീസ് അയക്കുമോളെ, നമ്മൾ വെയിറ്റിംഗ് ആണ്. നീ അയക്കും, 1, 2, 10 നീ അയക്കും ലീഗൽ നോട്ടീസ്. വേറെ എവിടെയെങ്കിലും പോയി കളിപ്പോ. അല്ലെങ്കിൽ നാറിയ കളി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്നെ ഇതിനകത്തോട്ട് വെറുതെ ഡ്രാഗ് ചെയ്തിട്ടതാ മോളെ. എനിക്ക് നാറിയ കളി എങ്ങനെങ്കിലും ഇതിനകത്ത് പുറത്ത് ചാടിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. വന്ന് പെട്ടും പോയി പണ്ടാരം. ഇനി നീ ഒരു വീഡിയോ ഇടുമല്ലോ, അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇടും. അതായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോ കൊണ്ട് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത മെസ്സേജ് കേൾക്കണേ. എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, നീ എന്റെ തന്തയൊന്നും അല്ലല്ലോ. അയ്യോ പൊന്നു മോളെ, അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എന്നെ ചാടി ചത്തേനെ. ഇത്രയും വലിയൊരു ഗതികെട്ട പൊസിഷൻ ഒരു മനുഷ്യനും നിന്റെ വാപ്പ ഒരു പുള്ളി അർഹിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്ക് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടായിരിക്കും സീരിയസ്ലി. ഇങ്ങനൊരു സാധനത്തിനെ ഈ മനുഷ്യനായിട്ടുള്ളവർ പോലും ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ, നിന്റെ തന്തയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കത്തില്ല മോളെ. സത്യമാണ് കേട്ടാ. എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഞാൻ ചിലപ്പോ കൗണ്ടർ കൊടുക്കൂല. നിന്റെ വീഡിയോക്ക് ചിലപ്പോ കോപ്പിറൈറ്റ് കൊടുക്കൂല. എന്റെ ഇഷ്ടം. നീ ചെയ്യൂത്തേ, നീ കോപ്പിറൈറ്റ് തരി, എന്താ ചെയ്യും. ഒരു 100 എണ്ണം കൂടെ നീ അയക്ക്. എന്നിട്ട് ഞാൻ ആൾവേസ് വെൽക്കം എന്ന് പറഞ്ഞ് അയച്ചു. അതെ, നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പിടിക്കുന്നില്ല. എന്താടാ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്? പേടിയാണോ നിനക്ക്? നീ യൂട്യൂബിൽ വന്നെടുത്തിട്ട് ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. തന്ത ഉണ്ടോന്നല്ലേ ചോദിച്ചത്? തന്ത ഉണ്ട്, മനസ്സിലായോ? നിന്റെ തന്തേനെ പോലെ അല്ല. അപ്പൊ നീ എന്താ വിചാരിച്ചിരുന്നത്? നിന്റെ അടുത്ത് മെസ്സേജ് വരുന്നവർക്കെല്ലാം നീ പുഴുത്ത തെറി വിളിച്ചതാണ് നീ സംസാരിച്ചത്. നിനക്ക് അതാണ് ശീലമുള്ളത്. നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. ഈ മാതിരി നാറി വർത്താനം, വായിന്ന് ഈ തീട്ട വർത്താനം പറയാൻ നിനക്ക് അറിയത്തുള്ളൂ. മാന്യമായിട്ടുള്ള ആൾക്കാരോട് നീ സംസാരിച്ചിട്ടില്ലേ? ഞാൻ മാന്യമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് പിടിക്കുന്നില്ല, പ്രൊവോക്ക് ചെയ്യാണ്. നീ എന്നെ തെറി വിളിക്കുന്നത് വരെ വളരെ മാന്യമായിട്ടാണ്
ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വായിന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അടി വന്ന അത് കഴിഞ്ഞിട്ടുള്ള മെസ്സേജ് നോക്കണം. പെൺപിള്ളേരെ പറ്റി മേലാൽ ഇങ്ങനൊന്നും അയ്യോ, നമ്മളെ വാണമെന്നും തന്തയില്ലാത്തവരെന്നും ഒക്കെ വിളിക്കുന്നത് നമുക്കൊരു കുഴപ്പമില്ല. മാ ചേർത്തും കാ ചേർത്തും എല്ലാം ചേർത്ത് വിളിക്കും. അയ്യോ, ഇവിടെ വായിച്ച തെറികൾ കേട്ടിട്ടില്ലല്ലോ, പുഴുത്ത തെറിയാണ്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാർപ്പി കൊഴിച്ച് ചെവി കഴിവേണ്ടി വരും. അത്തരത്തിലുള്ള തെറിയാണ് ഇവിടെ വിളിക്കണത്. ആ മുതലാണ് എന്നെ വന്നിട്ട് മാന്യത പാപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ യു ഡോണ്ട് ഹാവ് ബേസിക് മാനേഴ്സുള്ള ചേച്ചിയുടെ ഒരു ഫോട്ടോ തരട്ടെ, പേഴ്സി വെക്കാനാ. കേരളത്തിൽ ഇത്രയും മാനേഴ്സുള്ള ഒരു കൊച്ചില്ല ഗൈസ്. കേരളത്തിൽ ഫസ്മിനെയാണ് മാനേഴ്സിന്റെ നിറകുടം. അതിൻ്റെ അടിയിൽ ഒരു ഗേളിന്റെ ഫോട്ടോ വെച്ച് റോക്കറ്റിൽ കൊടുത്ത് യു ആർ കമ്പയറിങ് മീ ടു എ മെയിൽ സ്പേം. ഓക്കെ, ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. അത് നമ്മൾ വിഷുവിനൊക്കെ വിടുന്ന മറ്റേ ഒരു റോക്കറ്റ്, അതാണ് ഞാൻ നിന്നെ എയറിലോട്ട് വിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീയാണ് നിന്നെ വേണമെങ്കിൽ ആ ഒരു മറ്റേ മെയിൽ സ്പേമുമായിട്ട് നീ കമ്പയർ ചെയ്തത്. ആൻഡ് നീ എന്താണ് മറ്റേ വാണം ഉദ്ദേശിച്ചത്? ഞാൻ മറ്റേ വിഷുവിന് വിടുന്ന അതാണ് ഉദ്ദേശിച്ചത്. നീ എന്താണ് ഉദ്ദേശിച്ചത്? ഈ വാണമെന്നുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ നാട്ടിലൊക്കെ മറ്റേ പരിപാടി നടത്തുന്ന സമയത്ത് ഈ റോക്കറ്റ് ആണോ മെയിൽ സ്പേമിന്റെ സ്ഥാനത്ത് വരുന്നത്? ഞാനതാണ് ഗൈസ് ഉദ്ദേശിച്ചത്. ഇവളെന്തോ തെറ്റിദ്ധരിക്കുന്നു. ആൻഡ് വെരി ഒഫെൻസീവ്. ഇങ്ങോട്ട് പറഞ്ഞതേ അങ്ങോട്ടും പറഞ്ഞിട്ടുള്ളൂ. നീ ഏത് വാണമാണോ ഉദ്ദേശിച്ചത് ആ വാണത്തെ പറ്റിയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. നീ മേ ബി ചിലപ്പം ദീപാവലിയുടെ റോക്കറ്റിനെ പറ്റി ആയിരിക്കും ഉദ്ദേശിച്ചത്. ഞാനും ആ ദീപാവലിയുടെ റോക്കറ്റിനെ പറ്റി പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ പറഞ്ഞത് മറ്റേനെ പറ്റിയാണെങ്കിൽ അങ്ങനെ തന്നെ നീ കരുതിക്കോ. ഞാനും പറഞ്ഞത് ഇപ്പൊ ഓക്കെ ആയില്ലേ? എൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്, അതുകൂടെ വായിക്കാം. വേറെ എന്തോടെ കേട്ട്, നിനക്ക് കണ്ട പെമ്പിള്ളേര് മെസ്സേജ് അയക്കുന്നതിന് എന്നെ ഒന്ന് പറയല്ലേ. നിനക്ക് അങ്ങനത്തെ പെമ്പിള്ളേര് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങനത്തെ ആളാന്ന് തോന്നിയിട്ടുണ്ടാവും. അല്ലാണ്ട് അതൊന്നും എന്റെ തലയിൽ ഇടാൻ നോക്കണ്ട. വരുന്ന വളിക്ക് മൊത്തം എന്റെ തലയിലോട്ട് ഇടല്ലേ കേട്ടോ. അല്ല, ചിലപ്പോ ലല്ലു തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഭയങ്കര ബടാ ദോസ്ത് അല്ലേ, പൊളിക്ക്. ലല്ലു മേരാ ബെടാ ദോസ്ത്. ആ കണ്ടറോളി നാറി, അവൻ എന്റെ ബെടാ ദോസ്ത്. നിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഇങ്ങോട്ട് എന്റെ പഞ്ചായത്തിൽ പോലും ഞാൻ അടുപ്പിക്കൂല. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തനാണ് ലല്ലു. നീ സഫ, ഈ മെഹനാസ് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനും കൂടെ ഒരു കുറ്റിക്കകത്ത് വട്ടത്തിൽ കെട്ടാം. പിന്നെ മറ്റേ എനിക്ക് വരുന്ന മെസ്സേജ് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു അവളെ നീ തന്നെ അയച്ചതാണ്. ഇതൊരു അലിഗേഷനാ. സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു അവളെ നീ തന്നെ അയച്ചതാണ്. ആണ്ട് ഏറ്റവും അവസാനം ബ്ലോക്കും ആണേ എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ചേച്ചി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതെന്താണ് സ്റ്റോറി ഇട്ടേക്കുന്ന? ബ്ലോക്ക് ചെയ്ത സ്റ്റോറി കാണാൻ പറ്റുമോ ഗൈസ്? ബ്ലോക്ക് ഇല്ല. ഓക്കെ, അൺബ്ലോക്ക് ചെയ്തോ? എന്ത് പറ്റി? ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ബ്ലോക്ക് ചെയ്തതാണല്ലോ, അൺബ്ലോക്ക് ചെയ്തേക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് നടന്നിട്ടുള്ളത്. എനിക്കൊന്നും ഇതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഞാൻ നേരത്തെ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചാൽ മതി. അല്ലാതെ ഒന്നും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒന്നും ആവശ്യമില്ല. പിന്നെ നീ മെസ്സേജ് അയച്ചു വരുന്ന സമയത്ത് നിന്നെ തെറി വിളിച്ച് സംസാരിക്കണോ മാന്യമായിട്ട് സംസാരിക്കണോ എന്നുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നിനക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്ക് നിനക്ക് തെറി വിളിച്ചിട്ടായിരിക്കും നിനക്ക് ശീലം. എനിക്ക് അങ്ങനത്തെ ശീലമില്ല. എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണലി സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ട് സംസാരിക്കാറുള്ളൂ. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ് വളർന്നിട്ടുള്ളതും. പിന്നെ വീഡിയോയിൽ ഇങ്ങോട്ട് തന്നതിനെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. നീ നാട്ടുകാരുടെ മുന്നിട്ട് എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു, അതേ നാട്ടുകാരുടെ മുന്നിട്ട് നിന്നെ ഞാൻ ആക്ഷേപിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എഗെയിൻ ഞാൻ പറയുന്നു, നെക്സ്റ്റ് ഫസ്മിന് ഒരു വീഡിയോ ഇടും. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഞാനിത് നിർത്താനാണ് എനിക്ക് ആഗ്രഹം. എഗെയിൻ ആൻഡ് എഗെയിൻ പിന്നെയും എന്നെ ഇതിനകത്തോട്ട് വലിച്ചിടരുത്. അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് പണിയാവുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ വിഷുവൊക്കെ ഇല്ലയോ, കുറച്ച് റോക്കറ്റ് മേടിക്കാനുണ്ട്, കുറച്ച് ഗുണ്ടുകളോടെ പൊട്ടിക്കണം. അപ്പം ശരി.